ഹോർമസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ച് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വീണ്ടും യുദ്ധഭീതിയും തന്ത്രപരമായ നീക്കങ്ങളും ശക്തമാവുകയാണ്. ഇറാൻ സൈനിക വക്താവിന്റെ പുതിയ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നായ ഹോർമുസിനെ ഒരു സാമ്പത്തിക ഭൗമരാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ തങ്ങൾക്ക് കഴിയുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറുമൊരു ഭീഷണിയായല്ല, മറിച്ച് കൃത്യമായ കണക്ക് കൂട്ടലുകളോടെയുള്ള നീക്കമായാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ബീജിംഗിൽ നിർണായക ചർച്ചകൾക്ക് ഒരുങ്ങുന്ന വേളയിൽ തന്നെ ഇത്തരമൊരു പ്രസ്താവന പുറത്തു വന്നു എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ട്രംപിന്റെ ഏഷ്യൻ സന്ദർശനം ആഗോള വിപണിയെയും നയതന്ത്ര ബന്ധങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുമ്പോൾ ഹോർമുസിലെ ഇറാന്റെ ഇടപെടൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഉറക്കം കെടുത്തുന്നതാണ്. തന്ത്രപരമായ പ്രാധാന്യമുള്ള ഈ ജലപാതയിലൂടെയാണ് ലോകത്തെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏരിയ ഓഫ് കൺട്രോൾ എന്ന പ്രയോഗത്തിലൂടെ ഹോർമുസിലെ നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ കൈപ്പിടിയിലാണെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇത് കേവലം സൈനികമായ ഒരു നീക്കമല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നാഡീമിടിപ്പിനെ നിയന്ത്രിക്കാനുള്ള ഇറാന്റെ ശ്രമമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കത്തിന് പിന്നാലെ അമേരിക്കയും തങ്ങളുടെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന് സമീപം US F-35 യുദ്ധവിമാനങ്ങൾ പെട്രോളിംഗ് തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത്യാധുനികമായ ഈ യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം ആ മേഖലയിലെ സംഘർഷാവസ്ഥ എത്രത്തോളം രൂക്ഷമാണെന്ന് തെളിയിക്കുന്നുണ്ട്. ചൈനയുമായുള്ള അമേരിക്കയുടെ വ്യാപാര നയതന്ത്ര ബന്ധങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ ട്രംപ് ശ്രമിക്കുമ്പോൾ ഇറാന്റെ ഈ നീക്കം അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ചൈന എണ്ണയ്ക്കായി വലിയ തോതിൽ ഇറാനെയും മിഡിൽ ഈസ്റ്റിനെയും ആശ്രയിക്കുന്ന രാജ്യമാണ്. അതിനാൽ തന്നെ ഹോർമുസിലെ ഏത് തടസ്സവും ബീജിംഗിന്റെ താൽപര്യങ്ങളെയും നേരിട്ട് ബാധിക്കും. ഇറാന്റെ സൈനിക വക്താവിന്റെ വാക്കുകൾ പരിശോധിച്ചാൽ ഹോർമുസിനെ ഒരു ദീർഘകാല സാമ്പത്തിക ആയുധമായി മാറ്റാനാണ് അവർ ലക്ഷ്യമിടുന്നത് എന്ന് മനസ്സിലാക്കാം. ഉപരോധങ്ങൾ നേരിടുന്ന ഇറാന് ലോകശക്തികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഏറ്റവും വലിയ പടവാളാണിത്. എണ്ണക്കപ്പലുകളുടെ ഗതാഗതം തടയുന്നതിലൂടെ ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരാൻ ഇത് കാരണമാകും. ഈ നീക്കം ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കും. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ സിംഹഭാഗവും ഹോർമുസ് വഴിയാണ് വരുന്നത്. മേഖലയിൽ അസ്ഥിരതയുണ്ടാക്കുന്നത് ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. ഇറാൻ തങ്ങളുടെ സൈനിക ശക്തിയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും ഉപയോഗിച്ച് നടത്തുന്ന ഈ കളി വലിയൊരു ആഗോള പ്രത്യാഘാതത്തിന് കാരണമായേക്കാം. അമേരിക്കൻ വ്യോമസേനയുടെ പെട്രോളിംഗ് ഇറാൻ സൈന്യത്തെ പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഓരോ ദിവസവും ഹോർമുസ് കടലിടുക്കിലെ സൈനിക വിന്യാസം വർദ്ധിച്ചു വരുന്നത് ഒരു അവിചാരിത ഏറ്റുമുട്ടലിന് വഴിമരുന്നിടുമോ എന്ന ഭയം നയതന്ത്രജ്ഞർക്കിടയിലുണ്ട്. സമാധാനപരമായ ചർച്ചകൾക്ക് പകരം സൈനിക ബലപ്രയോഗത്തിനാണ് ഇരുപക്ഷവും മുൻഗണന നൽകുന്നത്. ബീജിംഗിലെ ചർച്ചകളിൽ ട്രംപ് ഇറാൻ വിഷയവും ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഇറാനിൽ നിന്നുള്ള ഭീഷണി തടയാൻ ചൈനയുടെ സഹകരണം തേടുക എന്നതാകാം ട്രംപിന്റെ ലക്ഷ്യം. എന്നാൽ റഷ്യയുമായും ഇറാനുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ചൈന അമേരിക്കയുടെ സമ്മർദ്ദത്തിന് എത്രത്തോളം വഴങ്ങുമെന്ന് കണ്ടറിയണം. ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഷിയും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഹോർമുസിൽ പരീക്ഷിക്കുന്നുണ്ടെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏരിയ ഓഫ് കൺട്രോൾ എന്ന പ്രഖ്യാപനം വരുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ട് ഇത്തരമൊരു നീക്കം നടത്തുന്നത് വലിയ നിയമപ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. നാറ്റോ സഖ്യകക്ഷികൾക്കും മേഖലയിലെ സംഭവ വികാസങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. യൂറോപ്പിലെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ അത്യാവശ്യമായ സാഹചര്യത്തിൽ ഇറാന്റെ ഭീഷണി അവരെയും പ്രതിരോധത്തിലാക്കുന്നു. അമേരിക്കയുടെ ഒപ്പം ചേർന്ന് സംയുക്ത സൈനിക നീക്കത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാകുമോ എന്നതും നിർണായകമാണ്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ നീക്കം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ദേശീയബോധമുണർത്താനും പാശ്ചാത്യ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം ശക്തമാണെന്ന് കാണിക്കാനും ഭരണകൂടത്തിന് ഇതിലൂടെ സാധിക്കും. സാമ്പത്തിക ഉപരോധങ്ങളിൽ തളരാതെ പോരാടുന്നു എന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. അതേസമയം അമേരിക്കയുടെ ആധുനിക യുദ്ധവിമാനങ്ങൾ മേഖലയിൽ എത്തിയതോടെ ഇസ്രയേലും തങ്ങളുടെ സൈനിക ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ ഏത് നീക്കവും തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ മേഖലയിലെ സഖ്യകക്ഷികൾ തമ്മിലുള്ള ഏകോപനം അമേരിക്ക ശക്തമാക്കിയിരിക്കുകയാണ്. കടലിടുക്കിലെ സംഘർഷം നീണ്ടു നിൽക്കുന്നത് ലോക വിപണിയിൽ വൻ വിലക്കയറ്റത്തിന് കാരണമാകും.
എണ്ണവില വർദ്ധിക്കുന്നത് വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും. ഇറാന്റെ ഈ സ്ഫോടനാത്മകമായ ഭീഷണി കേവലം വാഗ്വാദം മാത്രമല്ല, മറിച്ച് ഒരു പുതിയ ലോകക്രമത്തിനായുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ വീതി കുറഞ്ഞ ഭാഗങ്ങൾ നിയന്ത്രിക്കുക എന്നത് പ്രായോഗികമായി എളുപ്പമുള്ള കാര്യമാണ്. ഇറാന് ഇത് മുൻപും പലതവണ പരീക്ഷിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇത്തവണ അത് ട്രംപിന്റെ ചൈന സന്ദർശന വേളയിൽ തന്നെയായത് ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. അമേരിക്കൻ സാന്നിധ്യം വർദ്ധിക്കുന്നത് മേഖലയിലെ പ്രാദേശിക രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE എന്നിവരെയും ആശങ്കയിലാക്കുന്നുണ്ട്. മേഖലയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് തങ്ങളുടെ വികസന പദ്ധതികളെയും ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ പോര് ഒരു വിനാശകരമായ യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കാൻ പല രാജ്യങ്ങളും തിരശ്ശീലയ്ക്ക് പിന്നിൽ ശ്രമിക്കുന്നുണ്ട്. സൈനിക വക്താവിന്റെ പ്രസ്താവനയിൽ പറയുന്ന ഭൗമരാഷ്ട്രീയ ആയുധം എന്ന പ്രയോഗം ഇറാന്റെ പുതിയ നയതന്ത്ര രീതിയാണ് സൂചിപ്പിക്കുന്നത്. തോക്കുകൾക്കും മിസൈലുകൾക്കും പകരം ഭൂമിശാസ്ത്രപരമായ മുൻതൂക്കം ഉപയോഗിച്ച് ലോകത്തെ മുട്ടുകുത്തിക്കുക എന്നതാണ് ഇതിന്റെ കാതൽ. ഇതിനെ മറികടക്കാൻ അമേരിക്കയ്ക്ക് എത്രത്തോളം സാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ചൈനയുടെ നിലപാടാണ് ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകം. ട്രംപുമായുള്ള ചർച്ചകളിൽ ഷീ ജിൻപിങ് ഇറാൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകും. എന്നാൽ ലോക വ്യാപാരത്തിന് തടസ്സം നിൽക്കുന്ന ഇറാന്റെ നീക്കത്തെ ചൈന പൂർണ്ണമായും പിന്തുണയ്ക്കാൻ സാധ്യതയില്ല. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഒരു യുദ്ധക്കളമായി മാറിയാൽ അതിന്റെ ആഘാതം പതിറ്റാണ്ടുകളോളം നിലനിൽക്കും. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിക്കൂ. ഇറാന്റെ ഈ പുതിയ നീക്കം വരും വർഷങ്ങളിൽ ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി തുടരും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ശാക്തിക മത്സരം ഹോർമുസ് കടലിടുക്കിനെ ലോകത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ട്രംപിന്റെ ബീജിംഗ് സന്ദർശനം ഈ വിശ്വരൂപത്തിന്റെ ഫലം എന്തായിരിക്കുമെന്ന് നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും.